ഹലോ മക്കളെ, വെൽക്കം ടു എജ്യൂപോർട്ട് ലേണിംഗ്. സോ നമ്മൾ SLC IT തിയറിയിലെ ചാപ്റ്റർ 1 ആയ ഡിസൈൻ ഫാക്ടറിയിലെ പാർട്ട് 2 ക്വസ്റ്റ്യൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ പാർട്ട് 1 എല്ലാവരും കണ്ട് സെറ്റാക്കിയില്ലേ മക്കളെ? പാർട്ട് 1 നമ്മൾ ഏകദേശം 50% ഈ ചാപ്റ്ററിൻ്റെ തീർത്തിട്ടുണ്ട്. സോ നമുക്ക് പാർട്ട് 2 ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് സെറ്റാക്കാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് പോവാം. സോ ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞതാണ്, അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ എങ്ങനെയാണ് വരുന്നത് എന്നതൊക്കെ. സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 29. In Inkspace software, to export only a selected object from multiple objects, which option should be chosen to export window? അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഒബ്ജക്റ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മാത്രം സെലക്ട് ആക്കിയിട്ട് അത് മാത്രം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? നമുക്ക് നോക്കാം. പേജോ നമ്മൾ പേജ് എന്താ സാധാ പേജോ, അന്നേരം അത് ആ പേജ് ഫുള്ള് സെലക്ട് ആവില്ല. സോ ഡെഫിനറ്റ്ലി അതല്ല. പിന്നെ ഡ്രോയിങ് എന്താ അല്ലേ, നമ്മളോടാണല്ലേ, ഡ്രോയിങ് അല്ല മക്കളെ, ഡ്രോയിങ് അല്ല. പിന്നെ കസ്റ്റം സെലക്ഷൻ. അപ്പം ഇതിൽ സെലക്ഷൻ എന്തുണ്ട്? ഓക്കെ, സെലക്ട് ഒബ്ജക്റ്റ് ഫ്രം മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ് വിച്ച് ഓപ്ഷൻ ഷുഡ് ബി ചൂസൺ ഇൻ ദ എക്സ്പോർട്ട് വിൻഡോ. അപ്പോൾ നമുക്ക് പറയാം ചിലപ്പോൾ സെലക്ഷൻ ആയിരിക്കും. നമുക്ക് നെക്സ്റ്റും കൂടി നോക്കാം. കസ്റ്റമും അല്ല. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം സെലക്ഷൻ ആണ് ഇതിൻ്റെ ആൻസർ. സോ എന്താണ് മക്കളെ, നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് മാത്രം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വിൻഡോയിൽ സെലക്ട് ക്ലിക്ക് ചെയ്തിട്ട് എന്താണോ സെലക്ട് ചെയ്യേണ്ട, എക്സ്പോർട്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റ് അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? സെലക്ട് ആക്കി കൊടുത്താൽ മതി. സെറ്റ് അല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ഇൻക്സ്പേസ് സോഫ്റ്റ്വെയർ വിച്ച് കീ കോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു ഡ്യൂപ്ലിക്കേറ്റ് എ സെലക്ട് ഒബ്ജക്റ്റ്? ഒരു ഒബ്ജക്റ്റിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കീ കോമ്പിനേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക? എന്താണ്? കൺട്രോൾ A ആണോ, കൺട്രോൾ D ആണോ, കൺട്രോൾ ഷിഫ്റ്റ് A ആണോ, പിന്നെ ഷിഫ്റ്റ് കൺട്രോൾ D ആണോ? നമ്മൾ കൺട്രോൾ ഷിഫ്റ്റ് A നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ട് വിചാരിക്കുന്നു. സോ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ പ്ലസ് D ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ D, കൺട്രോൾ പ്ലസ് D. സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് ചോദ്യം. ഇൻ ഇൻക്സ്പേസ് സോഫ്റ്റ്വെയർ വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ഡ്രോ സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് കർവ്സ് ദാറ്റ് ക്യാൻ ലേറ്റർ ബി അഡ്ജസ്റ്റഡ് യൂസിങ് നോട്ട്സ് ആൻഡ് ഹാൻഡിൽസ്? സോ നമ്മുടെ ഇൻക്സ്പേസിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻസും ഒക്കെ ഡ്രോ ചെയ്യാം, പക്ഷേ ഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് ലേറ്റർ നമുക്ക് നോട്ട്സൊക്കെ യൂസ് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കാനും പറ്റും. അതേതാണ് മക്കളെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ബീസിയർ കർവ്സ് ആൻഡ് സ്ട്രേറ്റ് ലൈൻ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ. സോ ആ ഒരു ടൂൾ വെച്ചിട്ടായിരിക്കും നമുക്ക് സ്ട്രേറ്റ് ലൈൻസും കർവ്സും ഒക്കെ വരച്ചിട്ട് പിന്നെ നമുക്ക് നോട്ട്സൊക്കെ യൂസ് ആക്കിയിട്ട് അത് കുറച്ചും കൂടി റീഅറേഞ്ച് ആക്കാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇൻ ഇൻക്സ്പേസ് സോഫ്റ്റ്വെയർ വിച്ച് ടൂൾ ഈസ് കോമൺലി യൂസ്ഡ് ടു ക്രിയേറ്റ് കോംപ്ലക്സ് ഷേപ്സ്, ലോഗോസ്, ഇല്ലുസ്ട്രേഷൻസ് ആൻഡ് ഫോൺസ്? ഏത് ടൂളാണ് ഇതൊക്കെ, കോംപ്ലക്സ് ഷേപ്പ്, ലോഗോസ്, ഇല്ലുസ്ട്രേഷൻ ആൻഡ് ഫോൺസ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുക? ഏത് ടൂൾ വെച്ചിട്ടായിരിക്കും? നമുക്കിപ്പം ഡ്രോ ഫ്രീ ഹാൻഡ് ഉണ്ട്, ബീസിയർ കർവ് ഉണ്ട്, പിന്നെ കാലിഗ്രഫി ഓർ ബ്രഷ് സ്ട്രോക്ക് ഉണ്ട്, ക്രിയേറ്റ് സ്പൈറൽസ് ഉണ്ട്. ഏതാണ്? എന്തായാലും ഫ്രീ ഹാൻഡ് അല്ല. ഓക്കെ, നമുക്കറിയാം ഫ്രീ ഹാൻഡ് നമ്മളിപ്പം ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഫ്രീ ഹാൻഡ്. ഡെഫിനറ്റ്ലി അതല്ല. പിന്നെ കാലിഗ്രഫി, അത് നമ്മൾ കാലിഗ്രഫി ബ്രഷ് സ്ട്രോക്സ് ഒക്കെയാണ്. ഡെഫിനറ്റ്ലി അതുമല്ല, സ്പൈറൽസും അല്ല. സോ ആൻസർ വരുന്നത് ഡ്രോ ബീസിയർ കർവ്സ് ആൻഡ് സ്ട്രേറ്റ് ലൈൻ. നമ്മൾ നേരത്തെ ചോദിച്ച സെയിം ചോദ്യത്തിൻ്റെ ചെറിയൊരു മ്യൂട്ടേഷൻ വന്ന ചോദ്യമാണ്. സോ മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. ഇൻ ഇൻക്സ്പേസ് സോഫ്റ്റ്വെയർ വാട്ട് വാല്യൂ ഷുഡ് ബി എൻറ്റേർഡ് ഇൻ ദ ഒപ്പാസിറ്റി വിൻഡോ? ഒപ്പാസിറ്റി എന്താണെന്ന് അറിയാലോ മക്കളെ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒപ്പാസിറ്റി വിൻഡോ ടു റെഡ്യൂസ് ദ ഒപ്പാസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒപ്പാസിറ്റി കുറക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് നമ്പറാണ് കൊടുക്കേണ്ടത്? ഓപ്ഷൻ എ നമ്പർ ലെസ് ദാൻ 100, ഓപ്ഷൻ ബി എ നമ്പർ ഗ്രേറ്റർ ദാൻ 100, ഓപ്ഷൻ സി നമ്പർ 100, നൺ ഓഫ് ദിസ്. അത് ഒപ്പാസിറ്റിൻ്റെ കേസ് വരുന്ന സമയത്ത് ഇതിപ്പം എന്താണ്? ഫുൾ ഒപ്പാസിറ്റി ആണ്. ഫുൾ ഒപ്പാസിറ്റി വരുമ്പോൾ നമ്മൾ 100% അല്ലെങ്കിൽ 100 എന്നാണ് പറയുക. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ 99 കൊടുത്തതിന് എന്താണ്? ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ കുറഞ്ഞു. അപ്പം ഈ ഒരു ഒപ്പാസിറ്റിക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒപ്പാസിറ്റി കുറയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരാം? എ നമ്പർ ലെസ് ദാൻ 100. ഇപ്പോൾ ഞാൻ 100ന് പകരം 101 കൊടുത്തു, ഉണ്ടാവോ?
ഇല്ല, 100 ആണ് അതിൻ്റെ മാക്സിമം. 100ലാണ് ആ ഒബ്ജക്റ്റ് പക്ക നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഒക്കെ ഒപ്പാസിറ്റി എന്താണ്? 100 ആണ്. നമുക്ക് ഇതിൻ്റെ ഒന്നും ബാക്കിൽ ഈ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ളത് കാണുന്നില്ല, കാരണം ഇത് 100 ആയതുകൊണ്ടാണ്. ഓക്കെ, സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ 199 ആക്കുന്ന സമയത്ത് എന്തുണ്ടാവും? അതിൻ്റെ ഒപ്പാസിറ്റി കുറയാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് പറയാം ആൻസർ? എ നമ്പർ ലെസ് ദാൻ 100 ആണ് ഇതിൻ്റെ ആൻസർ. സോ സെറ്റല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഇൻ ഇങ്സ്പേസ് സോഫ്റ്റ്വെയർ ടു റിട്ടേൺ ഓൺലി ദ ഓവർലാപ്പിംഗ് പാർട്ട് ഓഫ് 2 സർക്കിൾ വിച്ച് ഓപ്ഷൻ ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ സെലക്ടിങ് ബോത്ത് സർക്കിൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ അല്ലേ? അതെ, ഈ 2 സർക്കിൾ ഉണ്ട് എനിക്കിപ്പം. ഇതിൻ്റെ ഈ പോർഷൻ മാത്രം എന്താക്കിയാൽ മതി? എനിക്ക് സെലക്ട് ആയാൽ മതി. സോ അത് ഏതാണ് മക്കളെ? അതെ എല്ലാവർക്കും അറിയാം അല്ലേ? അതെ, അത് നമുക്കറിയാം, ഇൻ്റർസെക്ഷൻ ആണ്. ക്ലിക്ക് ഇൻ്റർസെക്ഷൻ ഓൺ ദ പാർട്ട് മെനു. ഇൻ്റർസെക്ഷൻ. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗ്രാഫിക് ഡിസൈൻ ടാസ്ക്? ഓക്കെ, നമ്മൾ ഇത്രയും നേരം എന്താണ് നോക്കിയത്? 4 ഓപ്ഷൻസ് അല്ലേ ഉള്ളൂ മക്കളെ. ഇപ്പം എന്തുണ്ട്? A, B, C, D, E. അപ്പം 5 ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. നമ്മൾ ഇത്രയും നേരം നോക്കിയതൊക്കെ എന്താണ് മക്കളെ? വെറും ഹാഫ് മാർക്ക്, 0.5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇത് പക്ഷേ 1 മാർക്കിൻ്റെ ചോദ്യമാണ്, കാരണം 5 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ 2 ആൻസേഴ്സ് ശരി ഉത്തരം ഉണ്ടാവും. സോ നമുക്ക് ഒന്നും കൂടി ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗ്രാഫിക് ഡിസൈൻ ടാസ്ക്? ഇതിൽ ഗ്രാഫിക് ഡിസൈൻ ടാസ്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ്? ക്രിട്ട നമുക്കറിയാം, ചെയ്യാൻ പറ്റും. പിന്നെ ലിബർ ഓഫീസ് റൈറ്റർ, നമ്മൾ റൈറ്റർ വെച്ചിട്ട് നമ്മുടെ റൈറ്റർ ചെയ്യുന്ന ടൈപ്പൊക്കെ ചെയ്യുന്ന വെച്ചിട്ട് നമ്മൾ എന്താക്കും? ഡിസൈൻ ചെയ്യോ? ഇല്ല. അപ്പം ബി അല്ല. പിന്നെ കാൽക്കുലേറ്റർ അല്ല, ഡെഫിനറ്റ്ലി അല്ല. പിന്നെ ഡ്രോ, അതെ ഡ്രോ നമ്മൾ ചെയ്യും അല്ലേ? അതെ ഡ്രോ. പിന്നെ ലിബർ ഓഫീസ് ഇംപ്രസ് ഇല്ല. സോ ഇതിൽ ഏതൊക്കെയാണ് ആൻസേഴ്സ്? നമ്മുടെ ക്രിട്ടയും പിന്നെ അതേപോലെ തന്നെ ലിബർ ഓഫീസ് ഡ്രോയും ആണ് എന്ത്? യൂസ്ഡ് ഫോർ ഗ്രാഫിക് ഡിസൈൻ ടാസ്ക്. ഗ്രാഫിക് ഡിസൈൻ ടാസ്കിന് ചെയ്യുന്ന ടൂൾസ് ഏതൊക്കെയാണ്? ക്രിട്ട, ലിബർ ഓഫീസ് ഡ്രോ. പിന്നെ നമുക്ക് കുറേ എക്സാമ്പിൾസ് അറിയാം. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്? ഇല്ലാത്തതാണ്. ചിലപ്പം വേറെ ഏതെങ്കിലും തന്നിട്ട് ഇതൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊക്കെ എന്താണ്? ഗ്രാഫിക് ഡിസൈൻ ടാസ്ക് ചെയ്യാത്തതാണ്, റൈറ്ററും കാൽക്കും ഒക്കെ. സോ അങ്ങനെ നമുക്ക് ആൻസർ കിട്ടണം. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രീ സോഫ്റ്റ്വെയർ ക്യാൻ ബി യൂസ്ഡ് ഫോർ എഡിറ്റിംഗ് റാസ്റ്റർ ഇമേജസ്? റാസ്റ്റർ ഇമേജസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെയാണ് മക്കളെ? ഇതിലിപ്പോൾ ജിംബ് ഉണ്ട്, ക്രിട്ട ഉണ്ട്, ഇങ്സ്പേസ് ഉണ്ട്, ലിബർ ഓഫീസ് റൈറ്റർ ഉണ്ട്, ലിബർ ഓഫീസ് ഡ്രോ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് റാസ്റ്റർ ഇമേജ് എഡിറ്റ് ആക്കാൻ പറ്റുന്നത് ഇങ്സ്പേസിലും അതേപോലെ തന്നെ ലിബർ ഓഫീസ് ഡ്രോയിലുമാണ്. ഓക്കെ, റാസ്റ്റർ നമ്മൾ പഠിച്ചു. റാസ്റ്ററും വെക്ടറും തമ്മിലെ വ്യത്യാസമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ എന്തായാലും ഇപ്പം പോയി കാണണം. ഓക്കെ, നമ്മളിപ്പം ഇവിടെ നമ്മൾ റാസ്റ്ററിൽ ചെയ്യുന്ന ഗ്രാഫിക് ഡിസൈൻ ചെയ്യുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണുള്ളത്? ഇങ്സ്പേസും പിന്നെ ലിബർ ഓഫീസ് ഡ്രോയും. ഇത് രണ്ടും എന്തിലാണ്? ഇത് രണ്ടും റാസ്റ്റർ ആണ്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. Which of file format are supported by Inkspace for graphic design? ഇതിൽ ഇങ്സ്പേസ് സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെ? ഇവിടെ ഇപ്പം SVG ഉണ്ട്, MPG ഉണ്ട്, EPS ഉണ്ട്, ODS ഉണ്ട്, ODT ഉണ്ട്. ഡെഫിനറ്റ്ലി MPEG അല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഓഡിയോ വീഡിയോ ഫയൽസും ഒക്കെയാണ്. സോ ഇവിടെ പിന്നെ ഏതൊക്കെയാണ്? SVG എന്താണ്? നമുക്കറിയാം, നമ്മൾ ഇങ്സ്പേസ് ഒക്കെ കറക്റ്റ് ചെയ്ത കുട്ടികളല്ലേ, പ്രാക്ടിക്കലൊക്കെ നമ്മൾ ചെയ്തില്ലേ? ഓക്കെ, നമുക്കിപ്പം SVG ഉണ്ട്, അതേപോലെ തന്നെ EPS ഉണ്ട്. അപ്പം SVGയും EPSും ആണ് എന്ത്? ഇങ്സ്പേസിൻ്റെ ഫോർമാറ്റ്സ്. ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്, ഇതിലുള്ളത് SVGയും EPSും ആണ് ഇങ്സ്പേസിൻ്റെ ഫോർമാറ്റിൽ ഇതിൽ വരുന്നത്. ODS ഇങ്സ്പേസിൻ്റെതല്ല, ODTയും ഇങ്സ്പേസിൻ്റെതല്ല. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. Which of the following file format are not supported by Inkspace, the vector graphic editing software? അതായത് ഇങ്സ്പേസിൽ നോട്ട് സപ്പോർട്ട് ചെയ്യാത്ത ഫയൽസ് ഏതൊക്കെയാണ്? ഇപ്പം SVG നമുക്കറിയാം, SVG സപ്പോർട്ട് ചെയ്യും. പിന്നെ EPS നമുക്കറിയാം, EPS സപ്പോർട്ട് ചെയ്യും. PDF നമുക്കറിയാം അല്ലേ, PDF ചെയ്യില്ലേ? അതെ, PDF ചെയ്യും. പിന്നെ ഏതൊക്കെയാണുള്ളത്? ODTയും ODSും എന്താണ്? നമ്മുടെ ഇങ്സ്പേസിൽ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ആവൂല. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് ODTയും
ODS-ഉം. നെക്സ്റ്റ് ചോദ്യം നോക്കാം. വാട്ട് പേജ് ഓറിയൻറ്റേഷൻ ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ഇങ്ക്സ്പേസ്? പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ ഒരു A4 ഷീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയും പിടിക്കാം, അതായത് ഇങ്ങനെയും പിടിക്കാം, ഇങ്ങനെയും പിടിക്കാം അല്ലേ? അതാണ് പേജ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്തുണ്ട്, ഇങ്ങനെ പിടിക്കുന്നതിന് പോർട്രേറ്റ് എന്നും ഇങ്ങനെ പിടിക്കുന്നത് ലാൻഡ്സ്കേപ്പ് എന്നും പറയും. സോ നമുക്ക് ഇവിടെ പേജ് ഓറിയൻറ്റേഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ പോർട്രേറ്റും ഉണ്ട്, അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പും ഉണ്ട്. പിന്നെ ഡിസ്ട്രിബ്യൂട്ട്, പേജ് സൈസ്, അലൈന്, അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അതുമായി കണക്ട് ആക്കിയത് അല്ല. സോ ഒന്നുകൂടി ക്വസ്റ്റ്യൻ നോക്കാം. ഓറിയൻറ്റേഷൻ, പേജ് ഓറിയൻറ്റേഷൻ ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ഇങ്ക്സ്പേസ്. ഏതൊക്കെയാണ്? പോർട്രേറ്റും അതേപോലെ ലാൻഡ്സ്കേപ്പും. സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫയൽ ഫോർമാറ്റ് ആർ യൂസ്ഡ് ടു റാസ്റ്റർ ഗ്രാഫിക്സ്? ഓക്കെ, ഇതിൽ റാസ്റ്റർ ഗ്രാഫിക്സിന് യൂസ് ചെയ്യുന്ന ഫയൽ ഫോർമാറ്റ് ഏതൊക്കെയാണ്? റാസ്റ്റർ ഗ്രാഫിക്സ് ആണ്. JPG-യും അതേപോലെ തന്നെ PNG-യും. JPG-യും PNG നമ്മൾ എന്തിനു യൂസ് ചെയ്യും? റാസ്റ്റർ ഗ്രാഫിക്സിന് യൂസ് ചെയ്യും. ഓക്കെ, സെറ്റല്ലേ മക്കളെ? JPG-യും PNG-യും. സോ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ബിലോ അബൌട്ട് ഇങ്ക്സ്പേസ് സോഫ്റ്റ്വെയർ ഐഡന്റിഫൈ ദ 2 ഇൻകറക്റ്റ്. അപ്പോൾ നമുക്ക് വായിച്ച് നോക്കാം, എന്നിട്ട് അത് തെറ്റായി നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. ഫസ്റ്റ്, ഇങ്ക്സ്പേസ് ഈസ് എ ഫ്രീ വെക്ടർ ഗ്രാഫിക് ഡിസൈനിങ് പ്രോഗ്രാം. ഇങ്ക്സ്പേസ് ഫ്രീ ആണോ? അതെ, അത് ശരിയാണല്ലേ. അപ്പം അതല്ല ഇതിൻ്റെ ആൻസർ. സോ നമുക്ക് അടുത്ത ചോദ്യം, അടുത്ത ഓപ്ഷനിലേക്ക് നോക്കാം. ഇങ്ക്സ്പേസ് ഈസ് എ ഫ്രീ റാസ്റ്റർ ഗ്രാഫിക് ഡിസൈൻ സോഫ്റ്റ്വെയർ. ഇൻസ്കേപ്പ് ഫ്രീ ഒക്കെയാണ്, പക്ഷെ അത് റാസ്റ്റർ ടൈപ്പ് ആണോ? അല്ല. അപ്പോൾ അത് ഫോൾസ് ആണ്. സോ ഒരു ആൻസർ നമുക്ക് B ആണ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് C നോക്കാം. ഇങ്ക്സ്പേസ് ഡീഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഈസ് SVG. നമുക്കറിയാലോ ഇങ്ക്സ്പേസിൻ്റെ ഡീഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഏതാണ് മക്കളെ? SVG ആണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ അതല്ല. പിന്നെ നെക്സ്റ്റ് നോക്കാം. ഇങ്ക്സ്പേസ് ഡീഫോൾട്ട് ഫയൽ ഫോർമാറ്റ് ഈസ് PNG. ഡീഫോൾട്ട് ഫയൽ ഫോർമാറ്റ് SVG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ PNG എന്ന ഈ ഒരു ഓപ്ഷന് പ്രസക്തി ഉണ്ടോ? ഇല്ല അല്ലേ? അതെ, പ്രസക്തി ഇല്ല. സോ നമുക്കറിയാം D-യും തെറ്റാണ്. നമുക്ക് വെറുതെ നമുക്കറിയാം രണ്ട് ആൻസർ എന്തായാലും ഉണ്ടാവുള്ളൂ. വെറുതെ നമുക്ക് വേണമെങ്കിൽ E-യും കൂടി വായിച്ചു നോക്കാം. ഇങ്ക്സ്പേസ് സപ്പോർട്ട് SVG, AI, EPS, PDF, PS, PNG അങ്ങനെ ഒരുപാട് ഫയൽ ഫോർമാറ്റ് ഇങ്ക്സ്പേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ശരിയാണ്. സോ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ B-യും പിന്നെ ഓപ്ഷൻ D-യുമാണ്. അത് രണ്ടുമാണ് ഇവിടുത്തെ ആൻസേഴ്സ്. ഓക്കെ അല്ലേ മക്കളെ? സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ അബൌട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ഇങ്ക്സ്പേസ് സോഫ്റ്റ്വെയർ ചൂസ് 2 ദാറ്റ് ആർ കറക്റ്റ്. ഇവിടെ നമ്മൾ കറക്റ്റ് ആയതാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് വായിച്ച് നോക്കാം. യു ക്യാൻ സെലക്ട് ഒബ്ജക്റ്റ് യൂസിങ് ദ സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ് ടൂൾ ഫ്രം ദ ടൂൾ ബാർ. ഓക്കെ, നമ്മൾ എന്തിനാ സെലക്ട്? നമ്മളിവിടെ യു ക്യാൻ സെലക്ട്, ഈ സെയിം സെലക്ട് തന്നെ അല്ലേ? സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്ട്സ്. അപ്പോൾ അത് ശരിയാണ്, ഡെഫിനറ്റ്ലി ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് B നോക്കാം. യു ക്യാൻ സെലക്ട് ഒബ്ജക്റ്റ് യൂസിങ് ക്രിയേറ്റ് ഓർ എഡിറ്റ് ടെക്സ്റ്റ്. നമ്മളൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനാണ് ക്രിയേറ്റിൻ്റെ ടൂൾ ചെയ്യുന്നത്? അപ്പോൾ എന്താണ്? അത് തെറ്റാണ്. അതപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ റോങ് ആണ്. ഓക്കെ, അത് ആൻസർ അല്ല. ഇനി നമുക്ക് C നോക്കാം. യു ക്യാൻ സെലക്ട് ഒബ്ജക്ട്സ് യൂസിങ് ദ ക്രിയേറ്റ് സർക്കിൾ, എലിപ്സ് ആൻഡ് ആർക്സ്. ഇതൊക്കെ വായിച്ചാൽ നമുക്ക് കോമൺ സെൻസിൽ നമുക്കൊക്കെ തിരിയും അല്ലേ? നമുക്ക് യു ക്യാൻ സെലക്ട്, നമുക്കൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കിളൊക്കെ ഉണ്ടാക്കുന്ന ടൂൾ പോയി ക്ലിക്ക് ചെയ്യണോ? വേണ്ട അല്ലേ? അപ്പോൾ ഇതും ഇൻകറക്റ്റ് ആണ്. സോ നമുക്കിനി നെക്സ്റ്റ് D നോക്കാം. വെൻ യു റീസൈസ് ദ ഒബ്ജക്റ്റ് ബൈ ഹോൾഡിംഗ് ഡൗൺ ദ കൺട്രോൾ കീ ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ചേഞ്ച് പ്രൊപ്പോർഷനലി. ഈ സെയിം ചോദ്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ഏത് കീ വെച്ചിട്ട് സ്കെയിൽ ആക്കുമ്പോഴാണ് കറക്റ്റ് പ്രൊപ്പോർഷനലി അത് സ്കെയിൽ ആവുക? ഏതാണ്? കൺട്രോൾ കീ. സോ ഇതെന്താണ്? ശരിയാണ്. ഇനി അടുത്ത അപ്പം നമുക്കറിയാം 2 ആൻസറേ ഉള്ളൂ. നമുക്ക് വെറുതെ നമുക്ക് E-യും കൂടെ നോക്കാം. ഓക്കെ, വെൻ യു റീസൈസ് ദ ഒബ്ജക്റ്റ് ബൈ ഹോൾഡിംഗ് ഡൗൺ ദ ഷിഫ്റ്റ് കീ ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ഒബ്ജക്റ്റ് വിൽ ചേഞ്ച് പ്രൊപ്പോർഷനലി. തെറ്റല്ലേ? നമ്മൾ കൺട്രോൾ കീ വെച്ചാലേ അങ്ങനെ പ്രൊപ്പോർഷനലി ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ ഇവിടെ നമ്മൾ കറക്റ്റ് ആയത് മാത്രമാണ് എന്ത് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 കറക്റ്റ് ആയത് മാത്രമാണുള്ളത്, ഓപ്ഷൻ A-യും പിന്നെ ഓപ്ഷൻ D-യും. സോ സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ബിലോ അബൌട്ട് ദ കളർ പാലറ്റ് ഇൻ ഇങ്ക്സ്പേസ് സോഫ്റ്റ്വെയർ ഐഡൻറ്റിഫൈ ദ 2 ദാറ്റ് ആർ കറക്റ്റ്. ഇവിടെ നമ്മൾ കറക്റ്റ് ആയതാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ സ്പെല്ലിംഗ് ചെയ്തൊരു മിസ്റ്റേക്ക് ഉണ്ട്, അത് നോക്കണ്ടേ? ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം.
You can color an object by selecting a color from the color palette. You can color an object by selecting a color from the color palette. നമുക്ക് കളർ പാലറ്റിന് സെലക്ട് ആക്കി കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് കളർ ആക്കാൻ വേണ്ടി പറ്റില്ലേ? ഡെഫിനറ്റ്ലി പറ്റും, അത് ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് ബി നോക്കാം. You can color the object's border by selecting a color from the color palette. ഇല്ലല്ലേ, അത് പറ്റില്ല. നമുക്ക് കളർ ഒബ്ജക്റ്റിൻ്റെ കളർ മാറ്റാൻ പറ്റും, പക്ഷേ ഒബ്ജക്റ്റിൻ്റെ ബോർഡറിൻ്റെ കളർ പാലറ്റിൽ സെലക്ട് ആക്കിയിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അത് തെറ്റാണ്. നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്? ഇവിടെ കറക്റ്റായത് മാത്രം മതി. അപ്പം ഒന്നാമത്തെ ശരി. ഓക്കെ, ഇനി സി നോക്കാം. You can color an object by selecting a color from the color palette by pressing the shift key. അതും നമുക്കൊരു ഒബ്ജക്റ്റിനെ കളർ ആക്കണമെങ്കിൽ ഷിഫ്റ്റ് കീ ഒന്നും പ്രസ് ചെയ്യാതെ തന്നെ ക്ലിക്ക് ആക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതും തെറ്റാണ്. ഇനി നമുക്ക് ഡി നോക്കാം. ഹോൾഡിംഗ് ഷിഫ്റ്റ് കീ വൈൽ സെലക്ടിങ് എ കളർ ഫ്രം ദ കളർ പാലറ്റ് വിൽ ആഡ് ദ കളർ ടു ദ ഒബ്ജക്ട്സ് ബോർഡർ. നമ്മൾ കളർ പാലറ്റിന് ഒരു കളർ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ഷിഫ്റ്റ് കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ബോർഡറിൻ്റെ കളർ ചേഞ്ച് ആയിട്ട് അത് മാറും. സോ അത് ശരിയല്ലേ മക്കളെ? അതെ, നമുക്ക് ബോർഡറിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കളർ പാലറ്റിൽ ഏത് കളറാണോ വേണ്ടത് ആ കളർ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അപ്പം എയും ഡിയും ശരിയായി. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്, രണ്ടെണ്ണം ശരിയായി, രണ്ട് ആൻസർ ഉള്ളൂ. പക്ഷെ നമ്മൾ വെറുതെ ഇയും കൂടി നോക്കാം. നമുക്ക് ഹോൾഡിംഗ് കൺട്രോൾ കീ വൈൽ സെലക്ടിങ് എ കളർ ഫ്രം ദ കളർ പാലറ്റ് വിൽ ആഡ് ദ കളർ ടു ദ ഒബ്ജക്ട്സ് ബോർഡർ. അതൊന്നും തെറ്റാണ്, നമുക്കറിയാം. രണ്ട് ആൻസർ മാത്രമേ ഉള്ളൂ അല്ലേ? ട്രിക്ക് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. From the statements below about the coloring object in Inkscape software, choose the two that are correct. ഇവിടെ നമുക്ക് കറക്റ്റ് ആയത് മാത്രം മതി. ഓക്കെ, ഇവിടെ നമ്മുടെ കളർ പാലറ്റിൻ്റെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു എക്സ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. To remove the color assigned to the object, simply use the X at the left end of the color palette. നമുക്കറിയാം ഈ കളർ പാലറ്റിൽ ഇവിടെ ഈ എക്സ് എന്തിനാണ്? ആ എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ കളറേ പോവും, ഒരു കളറും ഇല്ലാതെയാവും. അതായത് അത് ട്രാൻസ്പാരൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ കളർ ഇല്ലാതെ ഡീഫോൾട്ടിൽ എങ്ങനെയാണുള്ളത് അതേപോലെ ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇത് ശരിയാണോ? To remove the color assigned to the object, simply use the X at the left end of the color palette. ശരിയല്ലേ മക്കളെ? അതെ, അത് ശരിയാണ്. അപ്പം എ കറക്റ്റാണ്. നമുക്ക് ഇവിടെയും എന്താ കറക്റ്റ് ആയത് മാത്രമാണ് വേണ്ടത്. അപ്പോൾ എ കറക്റ്റാണ്. പിന്നെ ബി നോക്കാം. ടു റിമൂവ് ദ കളർ അസൈൻ ടു ദ ഒബ്ജക്ട്സ് ബോർഡർ സിംപ്ലി യൂസ് ദ എക്സ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ കളർ പാലറ്റ്. തെറ്റല്ലേ? നമ്മൾ പറഞ്ഞു ഇവിടെ എക്സ് ക്ലിക്ക് ചെയ്താൽ ആ കളറിൻ്റെ ഒബ്ജക്റ്റിൻ്റെ കളറായിരിക്കും പോവുക, അല്ലാതെ ബോർഡറിൻ്റെ കളർ പോവില്ല. സോ അത് തെറ്റാണ്. ഇവിടെ കറക്റ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ ആൻസർ തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം, അടുത്ത ഓപ്ഷൻ സി. ടു റിമൂവ് ദ കളർ അസൈൻ ടു ദ ഒബ്ജക്ട് ഹോൾഡ് ദ ഷിഫ്റ്റ് കീ ആൻഡ് യൂസ് ദ എക്സ് അറ്റ് ദ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ കളർ പാലറ്റ്. ശരിയാണോ? അല്ലല്ലേ? നമുക്ക് ഒബ്ജക്റ്റിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഷിഫ്റ്റ് ഒന്നും ക്ലിക്ക് ചെയ്യാതെ ഡയറക്റ്റ് എക്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം അത് തെറ്റാണ്. പിന്നെ ഡി. ടു റിമൂവ് ദ കളർ അസൈൻ ടു ദ ഒബ്ജക്ട്സ് ബോർഡർ സിംപ്ലി ഹോൾഡ് ദ ഷിഫ്റ്റ് കീ ആൻഡ് യൂസ് എക്സ് അറ്റ് ദ ലെഫ്റ്റ് എഡ്ജ്. അതായത് നമുക്കൊരു ബോർഡറിൻ്റെ കളർ വ്യത്യാസം വരുത്തണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എക്സ് ക്ലിക്ക് ആക്കി കഴിഞ്ഞാൽ ആ ബോർഡറിൻ്റെ കളർ മാറും. സോ അത് നമ്മൾ കുറച്ച് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം എയും ഡിയും ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. പിന്നെ ഈ ജസ്റ്റ് വായിച്ച് നോക്കാം. ടു റിമൂവ് ദ കളർ അസൈൻ ടു ദ ബോത്ത് ഒബ്ജക്റ്റ് ആൻഡ് ബോർഡർ സിംപിൾ യൂസ് ദ എക്സ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ കളർ പാലറ്റ്. തെറ്റല്ലേ? നമ്മൾ എക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറും ഒബ്ജക്റ്റിൻ്റെ കളർ മാത്രമേ മാറുകയുള്ളൂ. ഓക്കെ, സോ സെറ്റാണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബിലോ ആർ ദ സ്റ്റെപ്സ് ഫോർ ക്രിയേറ്റിംഗ് എ ബാക്ക്ഗ്രൗണ്ട് ഇൻ ഇങ്ക്സ്കേപ്പ്. ഐഡൻറ്റിഫൈ ദ 2 steps ദാറ്റ് ആർ ഇൻകറക്റ്റ്. എന്താണ്? ഇൻകറക്റ്റ് ആയതാണ് നമുക്ക് വേണ്ടത്. ഇൻകറക്റ്റ്. ഓക്കെ, നേരത്തെ നമുക്ക് കറക്റ്റ് ആയതായിരുന്നു വേണ്ടത്, ഇനി നമുക്ക് ഇൻകറക്റ്റ് ആയതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് നോക്കാം. നമുക്കിവിടെ എന്താണ് വേണ്ടത്? ഇൻകറക്റ്റ്. ഓക്കെ, എ നോക്കാം. സെലക്ട് ദ റെക്ടാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് ടൂൾ ആൻഡ് ഡ്രോ എ സ്ക്വയർ ഓൺ ദ പേജ്. അത് കറക്റ്റ് അല്ലേ? അതെ, അത് കറക്റ്റാണ്. ഇനി നമുക്ക് ബി നോക്കാം. ടൈപ്പ് 0 ഇൻ ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ബോക്സ് ഓഫ് ടൂൾസ് കൺട്രോൾ ബാർ. നമ്മൾ 0 ടൈപ്പ് ചെയ്ത് വിഡ്ത്തും ഹൈറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പിന്നെ അതിന് ഷേപ്സ് എന്തെങ്കിലും ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പോൾ അതെന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ ഇവിടുത്തെ റൈറ്റ് ആൻസർ ആണ്. പിന്നെ സി നോക്കാം. ടൈപ്പ് ദ സെയിം വാല്യൂ ആസ് ഫോർ ദ പേജ് ഇൻ ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ബോക്സ് ഓഫ്
ടൂൾസ് കൺട്രോൾ ബാർ. ഓക്കെ, കറക്റ്റ് പേജിൻ്റെ ആ ഒരു വാല്യൂ തന്നെ ടൂൾസ് ഇവിടെ ഹൈറ്റും വിഡ്ത്തും ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇതിൽ ആ ഒരു ഷേപ്പ് കിട്ടും. ഓക്കെ, അത് ശരിയാണ്. സോ ഇവിടെ ഇൻകറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ഡി, ടു പൊസിഷൻ ദ സ്ക്വയർ എക്സാക്ട്ലി ഓൺ ദ പേജ് സെറ്റ് ദ എക്സ് ആൻഡ് വൈ വാല്യൂസ് ടു 0 ഇൻ ദ ഫോർമാറ്റിംഗ് ടൂൾ ബാർ. അതും ശരിയല്ല മക്കളെ. അതെ, അത് ശരിയാണ്. അതായത് നമുക്കൊരു സ്ക്വയർ കിട്ടണമെങ്കിൽ എക്സാക്ട്ലി എക്സ് ആൻഡ് വൈൻ്റെ നോക്കി നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എന്താവും, എക്സാക്ട്ലി ആ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടും. അതും ശരിയാണ്. സോ നമുക്കിനി എന്താണ് ബാക്കിയുള്ളത്? വെറും ഈ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്, അതായിരിക്കും ആൻസർ. നമുക്ക് എന്തായാലും വായിച്ച് നോക്കാം. ടു അലൈൻ ദ സ്ക്വയർ എക്സാക്ട്ലി ഓൺ ദ പേജ് സെറ്റ് ദ എക്സ് ആൻഡ് വൈ വാല്യൂസ് ടു ദ സെയിം വാല്യൂസ് ആസ് ദോസ് ഗിവൻ ഫോർ ദ പേജ്. അതായത് എന്താണ് ഇവിടെ, ടു അലൈൻ ദ സ്ക്വയർ എക്സാക്ട്ലി ഓൺ ദ പേജ്. അതായത് നമ്മുടെ സ്ക്വയർ എക്സാക്റ്റ് ആയിട്ട് പേജിൽ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്താ പറയുന്നത്, ആ സെയിം വാല്യൂ തന്നെ എക്സ് ആൻഡ് വൈയിൽ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് നിൽക്കുമോ? ഇല്ലല്ലോ, ഇല്ല. നമ്മൾ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. ഇവിടെ കറക്റ്റായിട്ട് അങ്ങനെ നിൽക്കില്ല. സോ എന്താണ്, ഇതും ഇൻകറക്റ്റ് ആണ്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻ 46ൻ്റെ ആൻസേഴ്സ് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഇയുമാണ്. സോ സെറ്റല്ലേ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ കിരൺ ഉണ്ടോ? കിരൺ, നമ്മളിനി കിരണിൻ്റെ ക്വസ്റ്റ്യനാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ കിരൺ ഈസ് ഡ്രോയിങ് എ ലൈൻ യൂസിങ് ദ ഡ്രോ ബേസിയർ കർവ്സ് ആൻഡ് സ്ട്രേറ്റ് ലൈൻസ് ടൂൾ ഇൻ ഇങ്ക്സ്പേസ്. വിച്ച് മെത്തേഡ് ഷുഡ് ഹി യൂസ് ടു ഫിനിഷ് ദ ലൈൻ? നമുക്ക് സഹായിച്ചാലോ കിരണിനെ? ഓക്കെ, ഇവിടെ 5 ടൈപ്പ് ഉണ്ട്, 5 മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ഏതാണ് ശരി നോക്കാം. ക്ലിക്ക് വേർ യു വാണ്ട് ടു എൻഡ് ദ ലൈൻ ആൻഡ് പ്രസ് ദ ടാബ് കീ. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? ഇല്ലല്ലോ, നമ്മൾ ഇതൊക്കെ ഇങ്ക്സ്പേസിൽ യൂസ് ചെയ്തതാണ്. ഓക്കെ, അത് ആവശ്യമില്ല. പിന്നെ ഡബിൾ ക്ലിക്ക് വേർ യു വാണ്ട് ടു എൻഡ് ദ ലൈൻ, അത് വേണമല്ലേ. നമ്മുടെ ലൈൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് ശരിയാണ്, കിരണിനോട് അത് ശരിയാണ്. ഓക്കെ, പിന്നെ അടുത്തത് റൈറ്റ് ക്ലിക്ക് വേർ യു വാണ്ട് ടു എൻഡ് ദ ലൈൻ. ഓക്കെ, നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡബിൾ ക്ലിക്ക്, നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ലൈൻ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് രണ്ടും ശരിയാണ്. പിന്നെ ലെഫ്റ്റ് ക്ലിക്ക് വേർ യു വാണ്ട് ടു എൻഡ് ദ ലൈൻ, അതല്ല. ലെഫ്റ്റ് ക്ലിക്ക് വേർ യു വാണ്ട് ടു എൻഡ് ദ ലൈൻ ആൻഡ് പ്രസ് ദ സ്പേസ് ബാർ, അതുമല്ല. സോ നമുക്കറിയാം, നമുക്കൊരു ലൈന് ഈ ഒരു ടൂളിൽ, അതായത് ബീസർ കർവ്സ് ആൻഡ് സ്ട്രേറ്റ് ലൈൻസിൽ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക എവിടെ എൻഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക എവിടെയാണോ നമുക്ക് എൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. സെറ്റല്ലേ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് 2 സ്റ്റെപ്സ് ഷുഡ് ബി ഫോളോ ടു കീപ് ഓൺലി ദ കോമൺ പാർട്ട് ഓഫ് 2 സർക്കിൾ ഇൻ ഇങ്ക്സ്പേസ്? നമ്മൾ പറഞ്ഞ് അടുത്ത ചോദ്യമല്ലേ മക്കളെ ഇത്? ഓക്കെ അല്ലേ? അപ്പം ഇത് പറയാതെ തന്നെ അറിയാം, ഈ പോർഷൻ മാത്രം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സെലക്ട് ബോത്ത് സർക്കിൾസ് ടുഗദർ. ഓക്കെ, ഫസ്റ്റ് ഇത് ഇവിടെ നമ്മൾ ഒരു ആൻസർ അല്ല 2 ആൻസർ വേണം. അപ്പോൾ ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ, സെലക്ട് ബോത്ത് സർക്കിൾസ് ടുഗദർ. ഓക്കെ, നമുക്ക് 2 സർക്കിളും ഇങ്ങനെ ടുഗദറായിട്ട് സെലക്ട് ചെയ്യണം. പിന്നെ ക്ലിക്ക് ഗ്രൂപ്പ് ഓൺ ദ ഒബ്ജക്റ്റ് മെനു. ഗ്രൂപ്പ് ആക്കിയാൽ എന്താവും? ഇത് ഒറ്റൊരു ഒബ്ജക്റ്റ്, ഇത് ഫുള്ളൊരു ഒബ്ജക്റ്റായി മാറും. അങ്ങനെയാണോ? അല്ല അല്ലേ, അപ്പോൾ അതല്ല. പിന്നെ സി, ക്ലിക്ക് യൂണിയൻ ഓൺ ദ പാത്ത് മെനു. യൂണിയൻ ക്ലിക്ക് ആക്കിയാലും എന്താവാ? ഈ 2 സർക്കിളും ഒരു സർക്കിളായിട്ട് എല്ലാം മിക്സ് ആയിട്ട് വരും. നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടത്, അല്ല. സോ ഇനി അടുത്തത് ഡി, ക്ലിക്ക് ഡിഫറൻസ് ഓൺ ദ പാത്ത് മെനു. ഡിഫറൻസ് ആക്കിയാൽ എന്താവും? ഈ സർക്കിളിൻ്റെ ഈ ഒരു പോർഷന് ഒഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ പോർഷനും നമുക്ക് കളർ മാറ്റാം. ഓക്കെ, ഡിഫറൻസ് ആണെങ്കിൽ ഇതാ നമുക്ക് ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും എന്തുണ്ടാവുക? ഡിഫറൻസ് ആണെങ്കിൽ ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും സെലക്ട് ആവുന്നുണ്ടാവുക. നമുക്ക് ഈ ഒരു പോർഷൻ അല്ലല്ലോ, ഇങ്ങനെയാണ് വേണ്ടത് അല്ലേ? ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ലാസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ഇൻ്റർസെക്ഷൻ ഓൺ ദ പാത്ത് മെനു. ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, സെറ്റല്ലേ? ആദ്യം നമ്മൾ 2 സർക്കിൾ ടുഗദർ സെലക്ട് ചെയ്യും, എന്നിട്ട് ക്ലിക്ക് ഇൻ്റർസെക്ഷൻ ഓൺ ദ പാത്ത് മെനു. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ടു എൻഹാൻസ് ഓർ മോഡിഫൈ ഷേപ്സ് ഇൻ ഇൻസ്കേപ്പ്? ഇൻസ്കേപ്പിൽ നമുക്ക് ഷേപ്സ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാം? ഷേപ്സ് എൻഹാൻസ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, യൂസ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ടു ഫിൽ ഷേപ്സ് വിത്ത്
കളർ ആൻഡ് അപ്ലൈ ബോർഡേഴ്സ്. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? യൂസ് ടു എൻഹാൻസ് ഓർ മോഡിഫൈ ഷേപ്പാ. കുറച്ചും കൂടി ഒന്ന് ഭംഗിയാക്കുക, എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? യൂസ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ടു ഫിൽ ഷേപ്സ് വിത്ത് കളർ ആൻഡ് അപ്ലൈ ബോർഡേഴ്സ്. അതല്ലല്ലോ, നമുക്ക് കുറച്ച് നമ്മൾ കളർ ഫില്ല് ചെയ്യാനല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതല്ല. ഓക്കെ, ഇനി യൂസ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ടു ചേഞ്ച് ദ ടൈപ്പ് ഓഫ് ബോർഡർ ഫോർ ഷേപ്സ്. നമ്മളിവിടെ ബോർഡർ മാറ്റാൻ വേണ്ടി അല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി അതുമല്ല. ഇനി യൂസ് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ടു അഡ്ജസ്റ്റ് ദ തിക്നെസ് ഓഫ് ഷേപ്പ് ബോർഡേഴ്സ്. നമ്മൾ വീണ്ടും എന്താണ് ഇവിടെ ബോർഡർ മാറ്റാൻ വേണ്ടി അല്ല പറയുന്നത്. അപ്പോൾ ഇതും തെറ്റാണ്. അടുത്ത ഡി നോക്കാം നമുക്ക്. യൂസ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ടു കളർ ദ ഇൻസൈഡ് ആൻഡ് ബോർഡർ ഓഫ് ഷേപ്സ്. ഓക്കെ, നോക്കിയോ, ഫിൽ ആൻഡ് സ്ട്രോക്ക് ടു കളർ ദ ഇൻസൈഡ് ആൻഡ് ബോർഡർ ഓഫ് ഷേപ്സ്. നമുക്ക് ഇൻസൈഡിൽ കളറാക്കാനും ബോർഡർ ആക്കാനും ഒക്കെ എന്ത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ഫിൽ ആൻഡ് സ്ട്രോക്ക് ആണ്. അല്ലാതെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഫിൽ ഷേപ്സോ അതൊന്നല്ല. നമുക്ക് ഈ ടൂളാണ്, ഫിൽ ആൻഡ് സ്ട്രോക്ക് ടൂളാണ് യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ബോർഡർ ഓഫ് ഷേപ്സും ഇൻസൈഡിൽ കളറും കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് സെറ്റാണ്, അത് ഓക്കെയാണ്. ഇനി ഈ എന്താണ്? യൂസ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ടു കസ്റ്റമൈസ് ദ ടൈപ്പ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഷേപ്പ് ബോർഡേഴ്സ്. പിന്നെയാണ് യൂസ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ടു കസ്റ്റമൈസ് ദ ടൈപ്പ് ആൻഡ് സ്റ്റൈൽ ഓഫ് ഷേപ്പ് ബോർഡേഴ്സ്. ഇവിടെ ബാക്കി പറഞ്ഞതൊക്കെ എന്താണ് മക്കളെ? ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിലൊക്കെ പോയിട്ട് ഫിൽ ഷേപ്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. നമ്മൾ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ കളർ കൊടുക്കുന്നതും ബോർഡർ കൊടുക്കുന്നതും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് സെറ്റല്ലേ മക്കളെ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു എൻഹാൻസ് ഷേപ്സ് ഇൻ ഇങ്ക്സ്കേപ്പ്? ഇങ്ക്സ്കേപ്പിൽ നമുക്ക് ഷേപ്സ് ഒക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് യൂസ് ദ ബ്ലർ ഓപ്ഷൻ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ടു സോഫ്റ്റൻ എഡ്ജസ് ആൻഡ് ക്രിയേറ്റ് 3D എഫക്റ്റ്. നമുക്കറിയാലോ ബ്ലർ ഓപ്ഷൻ വെച്ചിട്ടല്ലേ നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. യൂസ് ദ ഒപ്പാസിറ്റി ഓപ്ഷൻ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് ടു ബ്ലെൻഡ് എഡ്ജസ് ആൻഡ് 3D ഡയമെൻഷൻ. അതെന്താണ്? തെറ്റല്ലേ മക്കളെ? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു ബ്ലർ ഓപ്ഷൻ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. സോ എന്താണ്? ഇത് തെറ്റാണ്, ബി. ഇനി യൂസ് ദ ബ്ലർ ഓപ്ഷൻ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ടു അഡ്ജസ്റ്റ് കളർ ട്രാൻസ്പെറൻസി. ശരിയാണോ മക്കളെ? നമ്മൾ ട്രാൻസ്പെറൻസി എവിടെ കണ്ടോ അവിടെ എന്ത് പറയണം? ഒപ്പാസിറ്റി എന്ന വേർഡ് നമുക്ക് മൈൻഡിൽ ഓർമ്മയിൽ വരണം. സോ ട്രാൻസ്പെറൻസി എന്താണ്? ഒപ്പാസിറ്റി ആണ്, ബ്ലർ അല്ല. സോ ഇതും തെറ്റാണ്. ഇനി നമുക്ക് ഡി നോക്കാം. യൂസ് ദ ഒപ്പാസിറ്റി ഓപ്ഷൻ ടു ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ടു അഡ്ജസ്റ്റ് കളർ ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി വരുമ്പം ഒപ്പാസിറ്റി എന്ന നമുക്ക് മൈൻഡിൽ വരണം. സോ ഇതെന്താണ് മക്കളെ? ഡി ശരിയാണ്. പിന്നെ ഈ നോക്കാം. അപ്പോൾ 2 ആൻസർ ആയി. ഡെഫിനറ്റ്ലി 2 ആൻസർ ഉണ്ടാവുള്ളൂ. വെറുതെ നമുക്ക് ഈ ഒന്ന് വായിച്ച് നോക്കാം. യൂസ് ഫ്ലാറ്റ് കളർ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ടു അഡ്ജസ്റ്റ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഒപ്പാസിറ്റി എന്ന വേർഡാണ്. ഇവിടെ ഫ്ലാറ്റ് കളറാണുള്ളത്. അത് തെറ്റല്ല മക്കളെ? ഡെഫിനറ്റ്ലി തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് എയും ഡിയുമാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത്. സെറ്റല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. 2 images created in Inkscape are shown below. Which steps are needed to transform the left image to look like the right image? The left imageലുള്ള ഈ ഒരു ഇമേജിനെ നമുക്ക് ഈ ഒരു ഇമേജ് ആക്കിയിട്ട് മാറ്റണം. എന്തൊക്കെ സ്റ്റെപ്സ് ആണ്? സോ നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് യൂസ് ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്ഷൻ ഇൻ ദ ഒബ്ജക്റ്റ് മെനു. നമ്മളിപ്പോൾ ഇവിടെ എന്താണ് മക്കളെ ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു എഡ്ജ് കുറച്ചും കൂടി എന്താക്കി, ഇവിടെ ഈ ഒരു ഭയങ്കര ഷാർപ്പായിട്ടുള്ള എഡ്ജ് നമ്മൾ ഇവിടെ കുറച്ചും കൂടി സോഫ്റ്റൻ ആക്കി. അപ്പോൾ നമ്മളൊരു ടൂൾ പഠിച്ചു. എന്താണ് ആ ടൂളിൻ്റെ പേര്? ബ്ലർ ചെയ്യുന്നത് അല്ലേ? ബ്ലർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജ് സോഫ്റ്റ് ആവും. സോ നമുക്കിവിടെ ബ്ലറാണ് ചെയ്യേണ്ടത് മക്കളെ. സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? യൂസ് ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്ഷൻ ഇൻ ദ ഒബ്ജക്റ്റ് മെനു. എന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ദ ഒപ്പാസിറ്റി ആണോ? അല്ല, അഡ്ജസ്റ്റ് ദ ബ്ലർ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ. ഓക്കെ, ഇവിടെ ബാക്കി നമുക്ക് വായിച്ചു നോക്കാം. യൂസ് ദ ഗ്രൂപ്പ് ഓപ്ഷൻ. ഗ്രൂപ്പ് ഓപ്ഷൻ വേണോ? വേണ്ട. പിന്നെ അഡ്ജസ്റ്റ് ദ ഒപ്പാസിറ്റി എന്തിനാ? അതിൻ്റെ കാണുന്ന ആ ഒരു കട്ടി കുറയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ എഡ്ജ് എന്താണ്? സോഫ്റ്റൻ ആയിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ബ്ലറാണ് ചെയ്യേണ്ടത്. ആദ്യം യൂസ് ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്ഷൻ ഇൻ ദ ഒബ്ജക്റ്റ് മെനു, പിന്നീട് അഡ്ജസ്റ്റ് ദ ബ്ലർ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ. സെറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം.
The images below show some tools in Inkscape and their uses. Which users are missing from the list? ഇതിൽ നമ്മൾ കണ്ടു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല, ജസ്റ്റ് നോക്കി നോക്കാം. ഇവിടെ ഇപ്പം പറയുന്നത് ഒരു എ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ എഴുതിയിട്ട് ഇങ്ങനെ ഒരു ലൈൻ. ഓക്കെ, അപ്പോൾ അതെന്താണ്? എ എന്താ മക്കളെ? ടെക്സ്റ്റ് ആണ്. സോ നമുക്ക് പറയാം ഇത് എന്താണ്? ടെക്സ്റ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടോ? യെസ്, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്റ്റ്, ഇതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ വരുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ ഷേപ്പാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ സ്ക്വയർ, യെസ്, ക്രിയേറ്റ് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ്. സോ ഇതാണ് മക്കളെ ഇവിടെ വരുന്നത്, ഇവിടെ വരുന്നത്. സോ നമുക്ക് ആൻസേഴ്സ് കിട്ടിയോ? ബിയും സിയും ആൻസേഴ്സ് കിട്ടി. ഈ ഒരു ഷേപ്സ് ഇങ്ങനെ ആലോചിച്ച് വെക്കണം, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ആർ അവൈലബിൾ ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഇൻ ഇൻസ്കേപ്പ്? നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക? നമുക്ക് വായിച്ചു നോക്കാം, ലാസ്റ്റിന് വായിച്ചു നോക്കാം. ഡിഫറൻസ് എന്തിനാണ് മക്കളെ? ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ ആണോ? അല്ലേ? അപ്പോൾ ഡിഫറൻസ് അല്ല. ഇൻ്റർസെക്ഷൻ ആണോ? അല്ല, ഇൻ്റർസെക്ഷന് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞതാണ് ഫിൽ ആൻഡ് സ്ട്രോക്കിൻ്റെ അടിയിൽ വരുന്നത് അല്ല. പിന്നെ ഗ്രൂപ്പ് അല്ല. ഗ്രൂപ്പ് എന്തിനാ? രണ്ട് ഒബ്ജക്റ്റ് ഒപ്പരാക്കിയിട്ട് അതിനെ സിംഗിൾ ഒബ്ജക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പം ഗ്രൂപ്പും അല്ല. സോ ബാക്കി രണ്ട് ഏതൊക്കെയാണ് മക്കള്? ലീനിയർ ഗ്രേഡിയൻറ്റും റേഡിയൽ ഗ്രേഡിയൻറ്റും. ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മുടെ ഗ്രേഡിയൻ്റ് ഒക്കെ അല്ലേ, ഓരോ ഗ്രേഡിയൻ്റ്. അപ്പം ആ ഗ്രേഡിയൻ്റ് ഈ ഒരു ലൈൻ പോലെ ഇവിടെ നല്ല, ഇപ്പം നമ്മളിപ്പോൾ ബ്ലൂവിൻ്റെ ഗ്രേഡിയൻ്റ് ആണെങ്കിൽ ഫസ്റ്റ് നല്ല ഗ്രീൻ ഉണ്ടാവും, പിന്നെ കുറച്ച് കുറയും, എന്നിട്ട് ഇവിടെ ബ്ലൂവിൻ്റെ ഗ്രേഡിയൻ്റ് എന്താവും? ഞാൻ കളറ് മാറ്റി കാണിച്ചു തരാം. ഇവിടെ ബ്ലൂവിൻ്റെ ഗ്രേഡിയൻ്റ് ഇങ്ങനെ ഓക്കെ, ഇതിപ്പോൾ ബ്ലൂവിൻ്റെയും പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ വരും. അതായത് ഒരു ലീനിയർ പോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പം റേഡിയലാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ റൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ നല്ല രീതിയിൽ ഡാർക്ക്നെസ് ഉണ്ടാവും, പിന്നെ ഇങ്ങോട്ടേക്ക് പോകും തോറും ആ കളർ എന്തായി മാറും? ലൈറ്റായിട്ട് മാറും. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ലീനിയറും റേഡിയൻറ്റും ഉണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അതായത് ഇവിടെ എന്താണ് ടൂൾസ് ഉള്ളത്? അതായത് ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോയിൽ ലീനിയർ ഗ്രേഡിയൻറ്റും അതേപോലെ തന്നെ റേഡിയൽ ഗ്രേഡിയൻറ്റും. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫയൽ ഫോർമാറ്റ് ഈസ് നോട്ട് ടിപ്പിക്കലി യൂസ്ഡ് ടു എക്സ്പോർട്ട് പ്രൊഡക്ട്സ് ക്രിയേറ്റഡ് ഇൻ ഇൻസ്കേപ്പ്? ഇൻസ്കേപ്പിൽ സാധാരണ രീതിയിൽ യൂസ് ചെയ്യാത്ത ഫയൽ ഫോർമാറ്റ്സ് ഏതൊക്കെയാണ്? നമുക്ക് PNG യൂസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ, JPG യൂസ് ചെയ്യാറുണ്ട്, പിന്നെ WBPയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, WBPയും സാധാരണ രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാത്തത് ഏതാണ്? BMPയും അതേപോലെ തന്നെ TIFFും. BMPയും TIFFും. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ചോദ്യം, സെലക്ട് ദ 2 കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിങ് എക്സ്പോർട്ടിങ് എ പോസ്റ്റർ ക്രിയേറ്റഡ് ഇൻ ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയർ. അതായത് ഇവിടുത്തെ ഈ 5 സ്റ്റേറ്റ്മെൻറ്റിൽ 2 കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, വായിച്ചു നോക്കാം. ദർ ഈസ് നോ ഓപ്ഷൻ ടു എക്സ്പോർട്ട് എ പോസ്റ്റർ ഇൻ ഇൻസ്കേപ്പ്. പിന്നെ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? എന്തിനാണടാ ഇത് ചെയ്യുന്നത്? നമ്മൾ പോസ്റ്ററും കാര്യങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാ. അപ്പോൾ ഇത് തെറ്റല്ലേ? ഓക്കെ, ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പക്ഷെ കറക്റ്റാണ് വേണ്ടത്. അപ്പം ഇതല്ല ആൻസർ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. വൺ ക്യാൻ എക്സ്പോർട്ട് എയ്തർ ദ എൻറ്റയർ പേജ് ഓർ ഓൺലി ദ സെലക്റ്റഡ് പോർഷൻ. ഓക്കെ, അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. നമുക്ക് ഒരുപാട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ സെലക്ട് ആക്കി അയക്കണമെങ്കിൽ സെലക്ഷൻ യൂസ് ചെയ്താൽ മതിയില്ലേ മക്കളെ? അതെ, അപ്പം ഇത് ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ദ പോസ്റ്റർ ക്യാൻ ഓൺലി എക്സ്പോർട്ടഡ് ഇൻ PNG ഫോർമാറ്റ്. ഒരു പോസ്റ്റർ നമുക്ക് PNG ഫോർമാറ്റിൽ മാത്രമാണോ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുക? അല്ലല്ലോ, എല്ലാം നമുക്ക് ഒരുപാട് വാരിയും ഫോർമാറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് തെറ്റാണ്. അടുത്ത പോയിന്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ദ പോസ്റ്റർ ക്യാൻ ബി എക്സ്പോർട്ടഡ് ഇൻ PNG, JPG ആൻഡ് WBP ഫോർമാറ്റ്സ്. അത് ശരിയല്ലേ മക്കളെ? നമുക്ക് PNGയിൽ എക്സ്പോർട്ട് ചെയ്യാം, JPGയിൽ എക്സ്പോർട്ട് ചെയ്യാം, WBPയിലും എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ അത് ശരിയാണ്.
സോ ഡെഫിനറ്റ്ലി ഇതും ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മളിവിടെ 2 ക്ലിക്ക് ചെയ്ത് ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ആൻസർ ഉണ്ടാവോ? ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ വായിച്ച് നോക്കണം. അഥവാ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണെങ്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻസ് വായിച്ച് നോക്കിയാൽ കത്തും. ഓക്കെ അല്ലേ? ഓക്കെ, ഈ വായിച്ച് നോക്കാം. സേവിങ് ആൻഡ് എക്സ്പോർട്ടിങ് എ പോസ്റ്റർ ആർ ദ സെയിം ഓപ്പറേഷൻ. സേവ് ചെയ്യുന്നതും എക്സ്പോർട്ടിങ്ങും ഇത് സെയിം ഓപ്പറേഷൻ ആണ് മക്കളെ? അല്ല. സേവ് ചെയ്യുന്നത് നമ്മൾ ചെയ്ത ആ സംഭവം സേവ് ചെയ്യുന്നതാണ്. എക്സ്പോർട്ടിങ് എന്തിനാണ്? നമ്മൾ ആ ഒരു ഇങ്ക് സ്പേസിൻ്റെ പുറത്തേക്ക് അയച്ചിട്ട് വേറൊരു വ്യൂവിൽ വേറൊരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്തിട്ട് കാണുന്നതാണ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സേവിങ്ങും എക്സ്പോർട്ടിങ്ങും ഒരിക്കലും സെയിം അല്ല. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതൊക്കെയാണ്? ബിയും പിന്നെ അതേപോലെ തന്നെ ഡിയുമാണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഗിവ് 3-dimensional appearance to shapes in Inkscape? നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ നേരത്തെ 3D ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ആക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇതെന്ത് പറയാൻ പറ്റും? ഡെഫിനറ്റ്ലി ബ്ലർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിഫറൻസ് ഇൻ്റർസെക്ഷൻ ഗ്രൂപ്പൊക്കെ നമുക്ക് എന്താണെന്ന് അറിയാം. അതൊന്നും ഈ കൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ളതല്ല. സോ ബാക്കിയുള്ളത് ഗ്രേഡിയൻ്റ് ആണ്. ഗ്രേഡിയൻ്റ് നമ്മൾ നേരത്തെ ലീനിയറും റേഡിയലും ഉണ്ടെന്ന് പഠിച്ചു. ഓക്കെ, സോ ഇവിടെ ക്വസ്റ്റൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3D ഡയമെൻഷണൽ അപ്പിയറൻസ് നൽകുന്ന ടൂൾസ് ഏതൊക്കെയാണ്? അപ്പം അതായത് ഗ്രേഡിയൻറ്റും ബ്ലറും സെറ്റല്ലേ മക്കളെ? ഓക്കെ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനും നമ്മൾ കഴിഞ്ഞു. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിട്ടുണ്ട്? 100% സെറ്റായിട്ടുണ്ട് മക്കളെ. 100% നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ തിയറിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഈ ഒരു 2 ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. സോ ഗൈസ്, വി ആർ സൈനിങ് ഓഫ്. എൻ്റെ പേര് മുഹമ്മദ് അഹ്സാൻ. താങ്ക് യു ഗൈസ്. ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ സീരീസ് വരുന്നത് വരെ ബൈ ബൈ.